ചിത്രപതംഗം. ചലച്ചിത്രത്തിൻ്റെ രീതിശാസ്ത്രം സംസാരിക്കുന്നത് എപ്പോഴും സർഗാത്മകതയിലൂന്നിയായിരിക്കണം. ആ ചലച്ചിത്രം സംസാരിക്കുന്ന ഭാഷയെ അതിലഭിനയിക്കുന്ന അഭിനേതാക്കളെ വിലയിരുത്തിയിട്ടുകൂടിയായിരിക്കും. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ചിത്രപതംഗത്തിലെ അതിഥി അഭിനേത്രി നീരജ രാജേന്ദ്രൻ. അഭിനേത്രി നീരജ രാജേന്ദ്രൻ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. ആവേശം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ആരാ വിളിച്ചത്? പിന്നെ അടുത്ത് ആവേശം കഴിഞ്ഞ് ഇപ്പം ഞാൻ ചെയ്തത് ആഭ്യന്തര കുറ്റവാളി. അത് ഫുൾ ഉണ്ട് സിനിമ. അമ്മ കഥാപാത്രമാണ്. ഫുൾ മുഴുനീള കഥാപാത്രം ആയിട്ടുണ്ട്. ആസിഫലിയുടെ അമ്മയായിട്ട് തന്നെയാണ്. അതിന് മുമ്പ് ചെയ്ത നല്ല പടങ്ങളൊക്കെ ഇനി ഇറങ്ങാനിരിക്കും. അതൊക്കെ ഏതൊക്കെയാ പടങ്ങളത്? ചേരയുണ്ട്, ലിജിൻ ജോസിന്റെ, പിന്നെ അഭിലാഷം, മണിയറയിലെ അശോകൻ ടീമിന്റെ അടുത്ത പടം, പിന്നെ ഗിവ് ആൻഡ് ടേക്കർ എന്ന് പറഞ്ഞിട്ടൊരു പടം. പക്ഷെ അത് അറിയില്ല അതാണോ പേര്. കുറെ 2-3 പേര് എനിക്ക് അറിയില്ല. ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അൽത്താഫിന്റെ കൂടെ പണിയിലുണ്ടായിരുന്നു. അപ്പൊ ചെറിയ വേഷങ്ങളുടെ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ കൂടുതലാവുന്ന ഒരു സ്റ്റേജ് ഉണ്ട് ഇപ്പോ. അതുപോലെ സ്ക്രിപ്റ്റ് തരുന്നുണ്ട്. അങ്ങനത്തെയൊക്കെ ഒരു വ്യത്യാസം. അപ്പോൾ പിന്നെ 2-3 അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പറയാൻ പാടുമെന്ന് അറിഞ്ഞാത്തതുകൊണ്ട് സിനിമയുടെ കാര്യമല്ലോ വന്നു കഴിഞ്ഞാൽ. ഈ സ്ക്രിപ്റ്റ് തരുന്നതോടൊപ്പം തന്നെ നമ്മൾ ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കും. അതെ. പിന്നെ ഒരു നല്ല സിനിമ വന്നിട്ടുണ്ട്. അത് പിന്നെ പാലക്കാടാണ് ഷൂട്ട്. അതും അതെ. അവിടുത്തെ ഇപ്പൊ ഇത് നടക്കുകയാണല്ലോ, രഥോത്സവം നടന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞാൽ ഇലക്ഷന്റെ എന്തൊക്കെയോ. അത് കാരണം ഡേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഡേറ്റ് മാറുമ്പോ പ്രശ്നം എന്താ വെച്ചാൽ ചെയ്യാൻ പറ്റുമോ വേറെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ ആരാ ആക്റ്റീവായിട്ടുള്ളത്? ഒരു ഡേവിയാണ്. പക്ഷെ അവരൊരു ടീമാണ് സാർ. ഗിരിയാണ് മെയിൻ പാർട്ടി. അതിനേക്കാൾ വലിയ ടീമല്ലോ കേരള പോലീസ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ജീവിതത്തിന്റെ ഒരു സാധനം അത് നന്നായി ആസ്വദിക്കുന്നുണ്ടോ? എങ്ങനെ? ഒരുപാട് ഉണ്ട്. പിന്നെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമെന്നോ. പ്രത്യേകിച്ചും ആവേശം കഴിഞ്ഞ പിന്നെ ഏതൊരു മനുഷ്യനായാലും ആഗ്രഹിക്കും കോടാനുകോടി ജനങ്ങളുള്ളിടത്ത് കണ്ടാൽ തിരിച്ചറിയാൻ ഹലോ ചേച്ചി അല്ലെങ്കിൽ അമ്മേന്ന് വിളിച്ചു വരാൻ ആളുണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അല്ല, അതാ പറഞ്ഞ ഇപ്പൊ അത് എവിടെ നിന്ന് കോള് വരുമ്പോഴും അല്ലെങ്കിൽ ആൾക്കാർ കാണുമ്പോഴും നമ്മളെ വിളിക്കുമ്പോഴും അറിയുന്നു എന്ന് മനസ്സിലാക്കുന്നത് എനിക്കൊരുപാട് സന്തോഷം. ഞാൻ പലപ്പോഴും റിവ്യൂ കാണാൻ പോകുമ്പോഴും സിനിമയുടെ എപ്പോഴും കൂടെ ഉണ്ടാകുന്നത് രാജേട്ടനാണ്. എല്ലാത്തിനും പോകുന്നു. അപ്പോൾ രാജേട്ടൻ ഞാനൊരിക്കലും ആലോചിച്ചിട്ടുണ്ട്, രണ്ടുപേർക്കും അഭിനയിച്ചുകൂടെ എന്നൊക്കെ. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാടെണ്ണം ചെയ്തിട്ടുണ്ടല്ലോ. പരസ്യങ്ങളായാലും ഷോർട്ട് ഫിലിംസ് ആയാലും മറ്റേ മ്യൂസിക് ആൽബംസ് ചെയ്തിട്ടുണ്ട്. സിനിമകൾ 2-3 ചെയ്തിട്ടുണ്ടല്ലോ. അദ്ദേഹം ബ്രിട്ടീഷ് കൗൺസിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. റിട്ടയറായി. അതെ, റിട്ടയർ ആയതല്ല, ഏർലി റിട്ടയർമെന്റ് എടുത്തു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ 2 പഠിക്കുക. അവർ ലണ്ടനിലായിരുന്നു, മാസ്റ്റേഴ്സ് കഴിഞ്ഞു. ഇനിയിപ്പം വെറുതെ നാട്ടിൽ വന്നിട്ട് 32 കൊല്ലം അവിടെ ആയിരുന്നു. അപ്പം എന്താ വെച്ചാൽ തിരിച്ച് നാട്ടിൽ വന്ന് കുറച്ചു കാലമെങ്കിലും നാട്ടിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഒന്നും അല്ലാത്തൊരു നാട്ടിൽ റിയാദിലല്ലേ ഉണ്ടായിരുന്നത്. അപ്പം അത് കഴിഞ്ഞ് പക്ഷെ അവിടെ ഞങ്ങൾ ഓക്യുപ്പൈഡ് ആയിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ബാഡ്മിൻ്റൺ പ്ലേയേഴ്സ് ആയിരുന്നു. അപ്പോൾ പിന്നെ ഡാൻസ് അല്ല, എല്ലാവരും ബാഡ്മിൻ്റൺ, ദർശനം ഒഴിച്ച് ബാക്കി എല്ലാവരും. എനിക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി, വലിയ പ്രതീക്ഷകളൊന്നും വെച്ചില്ല ഞാൻ ഇതുവരെയും. ആദ്യം തൊട്ടേ ഞാൻ നാളെ വരുമോ വേറെ ഒന്നിങ്ങനെയൊന്നുമില്ല. ഞാനതാ പറഞ്ഞ നമുക്ക് ചെയ്യാനുള്ളതാണെങ്കിൽ നമുക്ക് വന്നിരിക്കും എന്നുള്ള ഉറപ്പുണ്ട് എനിക്ക്. പരസ്യങ്ങൾ മാത്രം കുറച്ചു, ഭയങ്കരമായിട്ട് കുറച്ചു. ഇനി ഒരു മുഴുനീളം കഥാപാത്രങ്ങൾ കിട്ടിയാൽ ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ. പഴയ നമ്മുടെ കബീർ പൊന്നമ്മ അവരൊക്കെ വന്ന പോലെ നായകന്റെയും നായികയുടെയും ഒപ്പം നമ്മളും ഉണ്ട്. ആ സിനിമയിൽ നമ്മളിങ്ങനെ കാണാൻ പറ്റും. എന്തായാലും ചെയ്യണമെന്ന് ആഗ്രഹം എന്തെങ്കിലും അങ്ങനെ ഇന്ന സിനിമയിൽ ചെയ്തോ ഇത് ഞാൻ ചെയ്താൽ കൊള്ളാമായിരിക്കും അങ്ങനെയുള്ള തോന്നിയിട്ടുണ്ടാവും. തോന്നൽ ഇഷ്ടം പോലെ തോന്നാലോ. പക്ഷെ അങ്ങനെയില്ല. ഉർവശിയുടെ കൂടെ ചെയ്യണമെന്നുണ്ട്, മോഹൻലാലിന്റെ കൂടെ ചെയ്യണം എന്നുള്ളത് ആഗ്രഹമാണ്. ഇവർ രണ്ടുപേരുടെയും കൂടെ ചെയ്യാത്തുള്ളൂ. മമ്മൂട്ടിയുടെ പുതിയ പടത്തിലും വരും, ഡൊമിനിക്കിൽ വരുന്നുണ്ട്. അപ്പൊ മമ്മൂട്ടിയുടെ എന്തായാലും ആയി. അല്ലാതെയും ചെയ്യുന്ന പുള്ളിക്കാരൻ സ്റ്റാറിൽ കുട്ടനാടൻ ബ്ലോഗ്, പിന്നെ പുഴു, അതിലൊക്കെ ഞാൻ മമ്മൂട്ടിയുടെ കൂടെ ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ സിനിമയിലേക്ക് വരാനുള്ള
ഏറ്റവും വലിയ ആഗ്രഹം മോഹൻലാലും കൽപ്പനയും ഉർവശിയാണ്. ഉർവശിയാണ്. ഇവർ 3 പേരുടെയും ആണ് എൻ്റെ എപ്പോഴും സിനിമ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നത്. അസാധ്യ പെർഫോമൻസ് അവർ 3 പേരുടെയും പറ്റിയിട്ടില്ല. അത് തീർച്ചയായിട്ടും വരും. അതിനിപ്പോൾ അതിനുള്ള തുടക്കമല്ല, എല്ലാം വന്നുകൊണ്ടേയിരിക്കും. ഏത് വേഷം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്? ആരെങ്കിലും ഒരു വേഷം, ഞാൻ ഈ വേഷം ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളൊരു വേഷം കോമഡി അല്ലേ? കോമഡി വഴങ്ങുമോ സത്യത്തിൽ? എനിക്ക് കോമഡിയാണ്. എനിക്ക് എന്നെ എല്ലാവരും കാണുമ്പോൾ തന്നെ പറയാറുണ്ട് ഉർവശിയുടെയൊക്കെ അവരുടെയൊക്കെ മാനറിസംസ് ആണ് എന്ന്. കീപ്പ് ചെയ്യുന്നുണ്ട്. അല്ല, ഞാൻ അങ്ങനെയാണ് വർത്താനം പറയുന്നതും പെരുമാറുന്നതും ഒക്കെ. പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ കോമഡിയൊന്നും, ആകെ കൂടെ ചിരിച്ചിരുന്ന ആവേശത്തിൽ വെറുതെ പറഞ്ഞിരുന്നത് ആൾക്കാർ നല്ല ചിരിച്ചിരുന്നു. ഈ നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിനകത്ത് ഷെഫായിട്ട് വന്ന മനസ്സിലായി. അദ്ദേഹം അതുവരെ ശീലിച്ച കഥാപാത്രങ്ങളിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടൊന്നൊരു ഷെഫായിട്ട് ഒരു കുക്കായിട്ട് വന്നപ്പോൾ ആൾക്കാർ ഭയങ്കര അതൊരു കോമിക് ഫാക്ടറായിട്ട് മാറി അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൊരു സംസാരം ഉണ്ടായത്. അപ്പോൾ അതുപോലെ എളുപ്പമല്ല, നമ്മൾ കരയുന്ന ബാബുരാജ് എളുപ്പമല്ല ഒരാളെ ചിരിപ്പിക്കുക എന്നുള്ളത്. ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ആഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ കോമഡി തന്നെ. കോമഡി ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ചെയ്യാവുന്നതാണ്. അതെ, അല്ല കോമഡി തന്നെയാണ് എനിക്ക് എക്കാലത്തെയും ആഗ്രഹം. അത് തന്നെയായിരുന്നു. ഈ നമ്മളിങ്ങനെ ഈ ഒരു സ്റ്റെച്ചിൽ പോകുമ്പോഴും അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമുള്ള കാര്യങ്ങൾ, അവരുടെ ഒരു പഠനമായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു അഭിനയം ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ഇല്ലാതെ നമുക്ക് അതിനു വേണ്ടി ഇതാവാൻ പറ്റില്ല എന്നറിയാം. ആകെ കൂടെ എനിക്കെന്താ വെച്ചാൽ ഡയലോഗ് ഓർമ്മിക്കാൻ പാകത്തിന്. അപ്പോൾ ദർശന ഈ മൊബൈൽ യൂസേജ് കുറച്ചിട്ട് അതിനകത്തെ ഗെയിംസ് നമ്പറിൻ്റെ വേർഡ്സിൻ്റെ പറഞ്ഞു എപ്പൊക്കെ ഇൻസ്റ്റാഗ്രാമോ മറ്റേത് നോക്കാൻ തോന്നുന്നു അപ്പൊക്കെ ഇത് കളിച്ചോണ്ടിരുന്നാൽ മതി, ബ്രെയിൻ വലുതാവട്ടെ, അത് ഇതിൽ വർക്ക് ആവട്ടെ എന്ന് പറയും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ വായിക്കൽ കൂട്ടി കുറേയും കൂടി വായിക്കും. ഒരുപാട് കേൾക്കും, നല്ല നല്ല പ്രസംഗങ്ങൾ കേട്ടു. അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹിച്ചതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതേപോലെ എനിക്കെല്ലാം മൂകാംബികാദേവി തന്നു എന്നാ എൻ്റെ മനസ്സിലെപ്പോഴും. ഞങ്ങൾ കുട്ടിക്കാലം തൊട്ടേ 3 വയസ്സ് തൊട്ടേ അച്ഛൻ ഞങ്ങൾ ഒറ്റപ്പാലത്തായിരുന്നപ്പോൾ തൊട്ടേ പോകുന്നൊരു സ്ഥലമായിരുന്നു. എല്ലാം അവിടെ നിന്ന് കിട്ടിയ അനുഗ്രഹമാണ്. ഞാൻ പറയാം, പരീക്ഷ പോലും എഴുതിയിരുന്നത് ഈ ധ്യാന ശ്ലോകം. അച്ഛൻ കുട്ടിക്കാലം തൊട്ടേ ഇത് നമ്മളെ ഒരു വരി പഠിപ്പിക്കുമായിരുന്നു. അന്നൊക്കെ നമുക്ക് ദേഷ്യം തോന്നിയിരുന്നെങ്കിലും എന്തിനാ ഇതിങ്ങനെ കളിക്കേണ്ട സമയത്ത് എന്ന് തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ മനസ്സിലായി അതിൻ്റെ. ഇപ്പോഴല്ല, പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ പോലും ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ തരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുക, ആദ്യം ആ ധ്യാന ശ്ലോകം പറയും, പിന്നെ ആരോ എഴുതുന്ന പോലെ പരീക്ഷയൊക്കെ എഴുതിയിരുന്നു. ഞാൻ ഇങ്ങനെ കുത്തിയിരുന്ന ബൈഹാർട്ട് പഠിക്കലില്ല. അപ്പോൾ അനിയത്തി നല്ലോണം പഠിക്കും. ഞാൻ ഈ കറക്കിക്കുത്ത് പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പണ്ടും. അതെ, ഇപ്പോഴാണ് ഞാൻ അതിൻ്റെ ഒരു പണിഷ്മെന്റ് ആയിട്ടാണ് ഇപ്പൊ സിനിമയുടെ ഡയലോഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും എന്തെങ്കിലും ഒരു പേപ്പർ എൻ്റെ കയ്യിലുണ്ടാവും. ഞാൻ ചോദിച്ചത് നമ്മളെ ഈ കവിയൂർ പൊന്നമ്മ ചേച്ചിയും അതുപോലെ തന്നെ ലളിതാമ്മയൊക്കെ നമ്മൾ സെറ്റിൽ വരുമ്പോഴത്തേക്ക് അവർ ഡയലോഗ് ഇങ്ങനെ നോക്കും. ഞാനും നോക്കും. എൻ്റെ കയ്യിൽ എപ്പോഴും ഞാൻ എഴുതി, എനിക്ക് സ്ക്രിപ്റ്റ് തന്നാലും എനിക്ക് വേണ്ട മറക്കും എന്ന് തോന്നുന്ന ഭാഗമൊക്കെ ഞാൻ നോട്ട് ചെയ്ത് കയ്യിൽ വെച്ചിട്ടുണ്ടാവും. എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ എൻ്റെ ക്യാരക്ടേഴ്സിനൊന്നും കണ്ണടയില്ല. എനിക്ക് കണ്ണടയില്ലാതെ ഒന്നും കാണാനും പറ്റില്ല. അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്യുന്നതിലൊന്നും കണ്ണട എനിക്കില്ല. അപ്പൊ കുറച്ചത് തറോ അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നോക്കിയോട്ട് കാണൂല്ല. അതിന് സഹായിക്കാൻ ആൾക്കാരുണ്ടാവും. നമ്മുടെ അസിസ്റ്റന്റും ഡയലോഗ് ഇത് പറഞ്ഞു തരുന്നത് കുറവാണ്. അപ്പൊ എന്താ വെച്ചാൽ അത് പറയുമ്പോ നമുക്ക് അഭിനയം ശരിയാവില്ല, രണ്ടും സുഖാവുന്നില്ല. പിന്നെ ആ ഇമോഷണൽ കണക്ടിവിറ്റി കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. എനിക്കതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് പറയാൻ തന്നെ ഇഷ്ടം. ഒരേ സെന്റൻസ് പറയണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമ്മുടേതായിട്ട് പറയാം. മറ്റേത് അങ്ങനെ സ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ കുറച്ചൊരു ടെൻഷൻ കൂടുതലുള്ളൂ. ഈ ഡയലോഗ് പറയുമ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ നിന്നിട്ട് ഇപ്പം ജഗതി ചേട്ടനൊക്കെയാണ് കയ്യിൽ നിന്ന് ഡയലോഗ്
പുരുഷനാണ്, അതൊക്കെ കൈന്നിട്ട് പറഞ്ഞാണ് അനുഗ്രഹിക്കണത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള തഗ്ഗുകൾ അടിക്കാനുള്ള സാധ്യതകൾ എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് വരുന്നുണ്ട് അങ്ങനെ ഡയലോഗ് കൈന്നിട്ട് പറയുന്നത്? ഇതില് നമ്മള് നമ്മുടെ ആവേശത്തിൽ ആദ്യം ആ ഇടവഴി കൂടെ വരുമ്പോ എന്നോട് പറഞ്ഞു, ചേച്ചി തിരുവനന്തപുരം സ്ലാങ്ങിൽ എന്തെങ്കിലും പറഞ്ഞോളൂ എന്നാ പറഞ്ഞു. അതൊക്കെ ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഇട്ടത് പറഞ്ഞു. അത് ഞാൻ ചിലത് വരും, പക്ഷെ അതിനാണ് ഈ വായിക്കണേ വാക്കുകൾ കൂടുതൽ പരിചയമുള്ള വാക്കുകൾ വരാൻ വേണ്ടിയിട്ടാണ്. വായനയോട് ആദ്യം ഇഷ്ടമായിരുന്നു, പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ബുക്ക് മാത്രമുള്ളൊരു ലോകമായിരുന്നു. അച്ഛൻ അല്ല തിരുവനന്തപുരത്തെ ശ്രീനികേതൻ എന്ന് പറഞ്ഞ ആ വീട്ടിൽ തുണികളല്ല, മുഴുവൻ അലമാരിയിലും പുസ്തകങ്ങൾ മാത്രമുള്ളൊരു ലോകം. അച്ഛൻ റൈറ്ററായിരുന്നു. അപ്പോൾ പത്മശ്രീ ഉണ്ടായിരുന്നു 2020. അപ്പോൾ അച്ഛൻ ഈ പറഞ്ഞ മാതിരി ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, 150 പരം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ലോകം പുസ്തകങ്ങളുടെ മാത്രം ലോകമായിരുന്നു. അച്ഛൻ്റെ പേര് ഡോക്ടർ എൻ ചന്ദ്രശേഖരൻ, ഹിന്ദിയായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അവിടെ അപ്പം എന്താ വെച്ചാൽ ബുക്കുകൾ മാത്രം കണ്ട് വളർന്നിട്ടേ പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അലർജി പോലെയായിരുന്നു. പക്ഷെ വായിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ഓർമ്മയിലുള്ള പുസ്തകങ്ങൾ പ്രത്യേകം ഉണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ജീവിതത്തിൽ സർക്കസ് കണ്ടിട്ടില്ല, പക്ഷെ കോമൺ സർക്കസ് ഞാൻ ശരിക്കും കണ്ട പോലെ എനിക്കറിയാം. എൻ്റെ ആദ്യം വായിച്ചിട്ടുള്ള പുസ്തകം ഇതാണ്. ചേട്ടൻ്റെ ഒരു ഫ്രണ്ട്, അച്ഛൻ്റെ ഒരു ഫ്രണ്ട് എപ്പോഴും കോമിക്ക് എല്ലാം കൊണ്ടു കൊടുക്കും. ചേട്ടൻ നന്നായി വായിക്കുമായിരുന്നു, നന്നായി സംസാരിക്കുമായിരുന്നു, നന്നായി എഴുതുമായിരുന്നു. അപ്പോൾ നല്ല ശബ്ദവും എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ശബ്ദം കിട്ടിയത് ഭാവനയ്ക്കാണ്. ഭാവന നാടകം ചെയ്യുമ്പോൾ ശബ്ദം കൊണ്ട് മാത്രം ഇംപ്രസ് ചെയ്യാൻ. ഭാവനയെ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല സത്യം. ദർശനയുടെ നേരെ വിപരീതമാണ്. പക്ഷെ കാഴ്ചയിൽ ഒരേപോലെ തന്നെ നാടകത്തിന് പറ്റിയ ആള് തന്നെയാണ്. അപ്പം സിനിമകളിലൊക്കെ വരട്ടെ എന്തായാലും. സിനിമ അവൾക്ക് നാടകം തന്നെയാണ്. അവൾ പറഞ്ഞ വല്ല ഫാന്റസി കഥാപാത്രമാണെങ്കിൽ മാത്രമേ. ഫാന്റസികളൊക്കെ വരുന്നുണ്ട്. മിന്നൽ മുരളി പോലത്തെ സിനിമ അവള് പറയണേ. അതെ അതെ അതെ. മിന്നൽ മുരളി എന്ന് പറയുന്നവനെ പരിസരത്ത് എവിടെ വെച്ച് കണ്ടാലും കൂട്ടമണി അടിക്കുക, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക. അടുത്ത് കുറേ സിനിമകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, ഓട്ടങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ റെസ്റ്റ് ഒരു സ്വാഭാവികമായി. ശരിയാണ്. ഇപ്പോൾ ഈ ആഭ്യന്തര കുറ്റവാളിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് തൃശ്ശൂർ ഏരിയയിലായിരുന്നു ഷൂട്ട്. ലാസ്റ്റ് ഷെഡ്യൂൾ കട്ടപ്പനയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ആ റോഡിന് അച്ഛൻ്റെ ഡോക്ടർ ചന്ദ്രശേഖരൻ നായർ ലെയിനിന്ന് വരാൻ പോവായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വിളിച്ചിട്ട് എനിക്ക് അവിടേക്ക് ചെല്ലേണ്ടി വന്നു. ഒരു ചെറിയ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ നല്ല കഴിഞ്ഞൊരു ഓഗസ്റ്റ് 5 തൊട്ട് ഓട്ടം തന്നെ. ഹെൽത്തൊക്കെ നന്നായി പോകുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ എൻഗേജ്ഡ് ആയി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളും സന്തോഷമായിട്ട് തന്നെ ഇരിക്കും. മെൻ്റലിയാണ് കുറേയൊക്കെ ഹെൽത്ത് കൂടി. മറ്റ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ യോഗ ചെയ്യുന്നുണ്ട്, ജിമ്മിൽ പോകുന്നുണ്ട്. ചില ദിവസം രാവിലെ ഒരു ചെറിയ മടി തോന്നും, പക്ഷെ അത് മാനസികമാണ് എന്ന് തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മൾ എണീറ്റ് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും. അവിടെ ആ ചെല്ലുന്നവരുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷെ അതൊക്കെ കൃത്യമായിട്ട് എറണാകുളത്തുണ്ടോ ഞാൻ ഇതിലേതെങ്കിലും ഒന്നിന് പോയിരിക്കും മസ്റ്റാ. രാജേന്ദ്രനും ഇങ്ങനെ കൂടെ രാജേട്ടൻ കൂടുതലും അമ്പലം നടക്കല് 2 മണിക്കൂറോളം രാവിലെ എല്ലാ അമ്പലങ്ങളിലും നടന്നു പോകും. കൂടെ തന്നെ എല്ലാത്തിനും വരും. ഇല്ല അങ്ങനെ ഷൂട്ടിനൊക്കെ ഇത് കാണാൻ പോകുമ്പോഴാണ് ഞങ്ങളെ കാണുന്നത്. ഞാനെപ്പോഴും കാണുമ്പോൾ അല്ല, ഞങ്ങൾ എന്താ വെച്ചാൽ സിനിമ മിക്കവാറും ഇറങ്ങുമ്പോൾ എനിക്ക് തിയേറ്ററിൽ സിനിമ കാണുന്നത് തന്നെ ഇഷ്ടമുള്ളൂ. അപ്പം എൻ്റെ നിർബന്ധമാണ് സിനിമയ്ക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ ഞാൻ തന്നെ ബുക്ക് ചെയ്യും, പോവും. അപ്പോൾ ധാരാളം സിനിമകളൊക്കെ ഇനി കിട്ടട്ടെ. നമ്മുടെ പിന്നെ പണ്ട് ഈ ആകാശവാണിയൊക്കെ കേൾക്കുമോ? അതെ, പിന്നെ ഞാനതാ പറഞ്ഞ പണ്ടത്തെ പാട്ടുകളായാലും എല്ലാം റേഡിയോ സ്ഥിരം ഒരു പങ്ക്തിയായിരുന്നു. പക്ഷേ അതുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പാട്ടുകൾ നമ്മൾ അതിലും കൂടുതൽ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ഒന്നും വരികൾ ഓർമ്മയില്ല, ഒക്കെ എൻ്റെ വരി ഇട്ടിട്ട് പാടേണ്ടി വരുന്നത്. അതേസമയം പഴയ ഏത് പാട്ടെടുത്താലും നമുക്ക് ചിത്രഗീതമൊക്കെ കേട്ടിട്ട് ഇങ്ങനെ എഴുതിയെടുത്ത് വെക്കുമായിരുന്നു. ഒരു പാട്ട് പുസ്തകം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ
എപ്പോഴും പാട്ടുപുസ്തകം ഇറങ്ങുമ്പോഴും വാങ്ങിക്കും. ഇത് എന്നിട്ട് റേഡിയോയിൽ വരുമ്പോൾ കൂടെ പാടാൻ നോക്കലും ഒക്കെയാണ്. പക്ഷെ ആ ഒരു ത്രില്ല് ഇപ്പം ഇല്ല. ഇല്ല അന്ന് പ്രതാപകാലായിരുന്നു. ഇല്ലൻ്റെ പോലും ഇല്ല. കത്തെഴുതുന്ന പരിപാടി ഇപ്പം ഈ വാട്സപ്പും ഇതുമൊക്കെ വന്നേ പിന്നെ അങ്ങനെ ഒരു, അതുകൊണ്ട് പ്രേമത്തിനൊന്നും പണ്ടത്തെ സുഖമില്ല. ഈ ആളുകൾ പറയാറുണ്ട്, നമ്മള് ശ്രോതാക്കള്, കാരണം പഴയ പാട്ട് കേൾക്കണമെങ്കിൽ ഇപ്പോഴും ശരിക്കും ആകാശവാണി തന്നെ ഉപയോഗിക്കണം. മറ്റത് ആ റേഡിയോയിൽ പാട്ട് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഫാദർ നന്നായി കേൾക്കും ആകാശവാണി കേൾക്കുന്ന. അച്ഛൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ വരാറുണ്ട്. ഇതിലൊക്കെ വലിയ ആള് ഞങ്ങളുടെ അപ്പൂപ്പനാണ് കേട്ടോ, എം പി മന്മഥൻ. ഞങ്ങളുടെ ആദ്യത്തെ നായകൻ എന്ന് പറഞ്ഞ, യാചകൻ എന്ന് പറഞ്ഞ സിനിമയിലെ നായകനായിരുന്നു മിസ് കുമാരിയുടെ. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവങ്ങളെല്ലാം ഉണ്ട്. ഒരുവിധം എല്ലാവരും ഓൾ ഇന്ത്യ റേഡിയോയിലെ ആൾക്കാരുമാണ്. ചിത്ര, അനിയൻ, അവരൊക്കെ പാട്ടുകാരായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല നല്ല പ്രോജക്റ്റുകളൊക്കെ കയ്യിൽ വരട്ടെ, എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. വിളിച്ചതിനും ഇങ്ങനൊരു അവസരം തന്നതിനും താങ്ക് യു സോ മച്ച്. പ്രിയ ശ്രോതാക്കളെ, അഭിനേത്രി നീരജ രാജേന്ദ്രൻ പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സഹായം ലക്ഷ്മി പരശുരാമൻ. രചന, ഏകോപനം, നിർവഹണം NS ജയമോഹൻ. ചിത്രപതംഗം. അവതരണം ആകാശവാണി കൊച്ചി നിലയം.